അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദയും ഉപ്പയും ഉമ്മയും മക്കളും അതാ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നാൽ കുറച്ചായി തൻ്റെ മോളുടെ നിക്കാഹിന് വേണ്ടി വന്നതായിരുന്നു സൗദയുടെ ഉപ്പ. അതിനുശേഷം വന്നിട്ടില്ലായിരുന്നു. എന്നാൽ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ തന്നെ അത് ശരിക്കും ഹഫ്സയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. മക്കളെ വിളിച്ചു പറഞ്ഞു, മക്കളെ മക്കളെ എന്തോ ഉമ്മച്ചി, ഇതാണ് നമ്മുടെ ഉപ്പയുടെ നാട് കേട്ടോ. ഇവിടെയാണ് നാട്. ഉപ്പച്ചിയുടെ നാട് ഇവിടെയാണോ? ആ മക്കൾക്ക് വല്ലാത്ത സന്തോഷമായി. അത് കണ്ടപ്പോൾ ഉമ്മച്ചി, ഇനി നമുക്ക് കോയമ്പത്തൂരിലേക്ക് പോകണ്ട കേട്ടോ. അവർ അത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഹഫ്സക്കും വല്ലാത്ത സന്തോഷമായിരുന്നു. അതെ, ഇൻഷാ അല്ലാ നമുക്കിവിടെ കുറച്ച് നിൽക്കണം. ഉപ്പച്ചിൻ്റെ നാട്ടിലേക്ക് വരാൻ കുറേ ആയില്ലേ കൊതിക്കണ്. എന്തൊക്കെ തന്നെയാലും അൽഹംദുലില്ലാ ഇപ്പം നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയല്ലോ. ഇനി നമുക്ക് ഉപ്പച്ചിൻ്റെ വീടൊക്കെ കാണാൻ പോവാട്ടോ. എന്നാൽ സൗദക്ക് അവർ നാട്ടിലെത്തിയപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു. പക്ഷേ ഇനി എങ്ങോട്ട് പോകും എന്നുള്ള ചിന്തയായിരുന്നു. അവൾ മനസ്സിൽ ആയിഷുമ്മയെ വിചാരിച്ചു, തൻ്റെ പെറ്റുമ്മയെ വിചാരിച്ചു. പക്ഷേ എങ്ങോട്ട് എന്നുള്ള രീതിയിലായി. എന്നാൽ ആ പിതാവ് പറഞ്ഞത്, മോളെ. എന്തോ ഉപ്പാ? എൻ്റെ മോളെ, നിന്നോട് പറയാനേ, നമ്മളെ വീട്ടിൽ ഇപ്പം ആരെങ്കിലും താമസമുണ്ടോ? ഇല്ലുപ്പ, അവരൊക്കെ തൊട്ടപ്പുറത്തുള്ള വലിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? അങ്ങനെ അവർ ആ പാതിരാത്രിയിൽ അതാ അവിടെ നിന്ന് ഒരു വലിയ ഓട്ടോ വിളിക്കുന്നു അവരുടെ ആ കൊച്ചു വീട്ടിലേക്ക്. ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ, എങ്ങനെയായിരിക്കും, എന്തൊക്കെയാവോ? സൗദക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ തോന്നി. അവൾ വിചാരിച്ചു, പഠിച്ചോനെ, ഒരു പക്ഷേ ആ വീട് ആകെ അലങ്കോലമായി കിടക്കുകയായിരിക്കും. അതിൽ മാറാലയും പൊടിപടലങ്ങളും പിടിച്ച് കിടക്കുകയായിരിക്കും. അതെ, ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് ആ വീട്ടിലേക്ക് വരുമ്പോഴത്തെ സ്ഥിതി. അവൾ ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ, എനിക്കൊന്ന് ആദ്യം പോയി ഒന്ന് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അവൾ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ. എന്താ മോളെ? ഉപ്പ, ആ വീട്ടില് ആൾതാമസമില്ലാത്തത് കൊണ്ട് തന്നെ. മോളെ, അതൊന്നും സാരമില്ല. എന്നാൽ അത് കേട്ട് ഹഫ്സ പറയുന്നു, അതിനെന്താ മോളെ, ഒക്കെ ഞാൻ ചെയ്തോണ്ട് ഒരു കുഴപ്പമില്ല. അല്ല, ഉപ്പയുടെ പഴയ വീടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ നല്ലൊരു സമാധാനം ഉണ്ടല്ലോ, വേറെ റൂമൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അതാ ആ ഓട്ടോ അവരുടെ ആ ഒരു വീടിന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നു. അല്പം മെയിൻ റോഡിൽ നിന്നും നടക്കുവാനുണ്ട് അങ്ങോട്ട്. ആ വീട്ടിലേക്ക് ഓട്ടോ പോകില്ല, ചെറിയൊരു ഇടവഴിയാണ് അങ്ങോട്ടുള്ളത്. അങ്ങനെ അതാ സൗദയും ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും കൂടെ ആ ഒരു കൊച്ചു കുടിലിലേക്ക് പോകുന്നു. സത്യം പറഞ്ഞാൽ ഹഫ്സക്ക് ആ ഒരു കൊച്ചു കുടില് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ആയത് അവർ മാഷാ അല്ലാ എന്ന് പറഞ്ഞു, പടച്ച റബ്ബിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ. എന്നാൽ സൗദക്ക് വല്ലാത്തൊരു പ്രയാസം. അതുമ്മ, ഇവിടെ ആകെ പൊടിയും. അതിനെന്താ മോളെ, അടച്ചിട്ട വീടല്ലേ. എന്നാൽ ആ വീട്ടിലേക്ക് അവർ കയറി ചെന്നു. ചാവി എന്നും വെക്കുന്ന സ്ഥലത്ത്, അതെ, വാതിലിന്റെ ആ മുകളിലായിട്ട് അവിടെ വെച്ചിരുന്നു. അതുപോലെ തന്നെയുണ്ട്. അതെടുത്ത് തുറന്നു. ആകപ്പാടെ മാറാല കെട്ടിക്കിടക്കുന്നു. അതുമാത്രമല്ല, പൊടിപടലങ്ങളും എല്ലാം. എന്നാൽ ഹഫ്സ പറഞ്ഞു, സൗദ മോളെ, മക്കളെ പിടിക്ക്, ഞാൻ എല്ലാം ക്ലീൻ ചെയ്യാം പെട്ടെന്ന് തന്നെ. എന്നാൽ എളാമയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോഴേ അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. പഠിച്ചോനെ, റബ്ബേ, എന്തൊരു സ്നേഹം. അതെ, ഞാൻ ചെയ്തോളാം ഒക്കെ. അല്ല മോളെ, ഇതൊക്കെ എനിക്ക് എളുപ്പമുണ്ട്. വെള്ളമുണ്ടോ മോളെ? ഉമ്മ, ഇവിടെ വെള്ളം. എന്നാൽ തൊട്ടടുത്ത് കിണർ അവൾ കാണുന്നു. ആ കിണറ്റിൽ പാളയും കയറും ഉണ്ടായിരുന്നു. ആ കിണറ്റിൽ നിന്ന് അവിടെ കണ്ട ഒരു ബക്കറ്റിലേക്ക് അതാ വെള്ളം കോരി നിറക്കുന്നു. റൂമുകളും എല്ലാം പെട്ടെന്ന് തന്നെ അവർ അടിച്ചുവാരി തുടച്ച് ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും നല്ലൊരു വീടായി മാറുകയാണ് ചെയ്തത്. ഉപ്പാക്കും നല്ല സങ്കടമുണ്ട്. കാരണം ഹഫ്സയെ കൊണ്ടുവന്നിട്ട് അവളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന രീതിയിൽ, ഹഫ്സ മാറ്, ഇനി ഞാൻ ചെയ്യാം. എൻ്റെ പൊന്നിക്ക, നിങ്ങൾ മക്കളെ നോക്കി, ഞാൻ എല്ലാം ചെയ്ത് റെഡിയാക്കാം. സൗദക്കും അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമായി. റബ്ബേ, എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ ആ ഒരു കൊച്ചു കുടിൽ വളരെയധികം വൃത്തിയും മനോഹരവുമായ ഒരു കുടിലായി മാറി. സമാധാനമുള്ള ഒരു വീട്. ഒരു നിമിഷം സൗദ വിചാരിച്ച്, റബ്ബേ, ഇത്രയധികം
പെട്ടെന്ന് എൻ്റെ ഉമ്മ ക്ലിയർ ആക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ലാ. എന്നാൽ അവിടെ ചുരുട്ടി വെച്ചിരുന്ന ആ ഒരു പഴയ നിസ്കാരക്കുപ്പായം അവർ ശ്രദ്ധിച്ചു. മോളെ നിസ്കരിക്കുവാൻ. എന്നാൽ ആ നിസ്കാരക്കുപ്പായം സൗദ അവിടെ നിന്നപ്പോൾ നിസ്കരിച്ചിരുന്നതിൽ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് അവർ നമസ്കരിക്കുവാൻ വേണ്ടി നിർത്തിയപ്പോൾ നല്ല വൃത്തിയുള്ള നിസ്കാരക്കുപ്പായമായിരുന്നു. എന്നാൽ അവിടെ പൊടി പിടിച്ച് കിടക്കുന്ന ആ ഒരു മുസ്ഹഫ്. ശരിക്കും അവരെല്ലാം കുളിച്ച് ഫ്രഷായി നല്ല രീതിയിൽ നിസ്കാരവും ഖുർആൻ പാരായണവും ആ വീട്ടിൽ ആദ്യം തന്നെ നടത്തി. അവിടെയുള്ള പഴയ പാത്രങ്ങൾ, അടുക്കള, അതെല്ലാം അതുപോലെ തന്നെ. അതൊന്നും പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. കാരണം പുതിയ വീട്ടിൽ എല്ലാം പുതിയതായിരുന്നു. എന്നാൽ അടുക്കളയുടെ തൊട്ടടുത്തുള്ള ആ ഒരു ചെറിയ റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അന്ന് വെച്ച അരി, സാധനങ്ങൾ അതും കുറച്ചവിടെ ഇരിപ്പുണ്ട്. എന്നാൽ അഫ്സവുമ്മ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്നു കരുതുകയാണ്. അവരുടെ ഭർത്താവ് എന്തെങ്കിലും സാധനം വാങ്ങുവാൻ പോകുവാൻ വേണ്ടി നിന്നപ്പോഴാണ് സൗദ അത് പറഞ്ഞത്. എന്നാൽ ശരിയാണ്, റേഷൻ കടയിലെ അരികൾ അവിടെയുണ്ട്. അത് ആദ്യമേ വാങ്ങി വെച്ചത്, അതൊന്നും തൊട്ടിട്ടേ ഇല്ല. അതുപോലെ തന്നെയുണ്ട്. എന്നാൽ അവർ പറഞ്ഞു, ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല അരിയാണല്ലോ, അരി എന്തായാലും വാങ്ങണ്ട, വേറെന്തെങ്കിലും പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് വന്നാൽ മതി. എന്നാൽ അദ്ദേഹം അപ്പോൾ തന്നെ പുറപ്പെടുകയായിരുന്നു. എന്നാൽ അങ്ങാടിയിൽ വെച്ച് അബൂബക്കറിനെ കണ്ട ആളുകൾ ശരിക്കും ഞെട്ടിപ്പോയി. അല്ല അബൂബക്കറെ, നീ ഇതൊക്കെ പെട്ടെന്ന് എവിടെ? നിന്നെ കുറിച്ച് തെരഞ്ഞൊക്കെ നടന്നിരുന്നല്ലോ ഇവിടെ ആൾക്കാരൊക്കെ. ശരിക്കും അബൂബക്കർ പറഞ്ഞു, അതെ, എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഞാൻ കോയമ്പത്തൂരല്ലേ, ഞാൻ ഇന്നാണ് എത്തിയത്. ഓ അങ്ങനെ, ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ അല്ലേ? കാരണം നിന്റെ ഭാര്യയും മക്കളൊക്കെ ഇപ്പോൾ വലിയ വീട്ടിലേക്കാണല്ലോ താമസം മാറ്റിയത്. നിന്റെ മരുമകനെ കൊണ്ട് നല്ല ഉപകാരമാണല്ലേ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നീ ഇത്രയും പെട്ടെന്ന് ഇങ്ങ് തിരിച്ചെത്തിയത് അല്ലേ? അങ്ങനെയൊന്നുമല്ല ഞാൻ. എന്നാൽ അപ്പുറത്തുള്ള ആ വീടൊന്ന് നോക്കുവാനോ കാണുവാനോ ഒന്നും അദ്ദേഹം പോയിട്ടില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആ വീട്ടിലെത്തിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഉമ്മച്ചി, ഇതാണ് ഉപ്പച്ചിയുടെ വീട്? അതെ മക്കളെ, സൗദയും പറഞ്ഞു. അതെ, ഇതാണ് നമ്മുടെ വീട്. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ. സൗദ മക്കളെയും കൊണ്ട് ആ ഒരു സിറ്റ് ഔട്ടിലേക്ക് ചെന്നിട്ട് കുറച്ചപ്പുറത്തുള്ള ആ ഒരുപാട് വർണ്ണാഭമായ ലൈറ്റുകൾ മിന്നിത്തിളങ്ങി കത്തുന്ന ആ ഒരു ഇരുനില വീട് മക്കൾക്ക് കാണിച്ചു കൊടുത്തു. മക്കളെ, ആ വീട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. അത് നമുക്ക് കാണാൻ പോകാൻ പറ്റുമോ? മക്കളെ, അതും കൂടെ നമ്മുടെ വീട് തന്നെയാണ് കേട്ടോ, വേറെ ആരുടെയും വീടല്ല, അത് നമ്മളെ വീട് തന്നെയാണ്. ശരിക്കും ആ മക്കള് എന്തോ ഇത്താത്ത പറയുന്നത്, നമ്മുടെ വീട് ഇതല്ലേ? അല്ല മോളെ, ഇതും നമ്മളുടെ വീടാണ്, അതും നമ്മളുടെ വീടാണ് കേട്ടോ, ഒക്കെ നമ്മളുടെ വീട് തന്നെയാണ്. എന്നാൽ ഇത്താത്ത ഞങ്ങളെ പറ്റിക്കുകയാണ് എന്ന് ആ മക്കള് കരുതി. എന്നാൽ അവർ ഉമ്മയുടെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മച്ചി, അപ്പുറത്തുള്ള വലിയ വീട് അത് നമ്മളുടെ വീട് ആണോ? മക്കളെ, നിങ്ങൾ എന്താ പറയുന്നത്? നമ്മളുടെ വീട് ഇതാ സ്വർഗം പോലുള്ളൊരു കുഞ്ഞു വീട്. ഇതിനെന്താ കുഴപ്പം? അല്ല, അപ്പുറത്ത് ഒരുപാട് ലൈറ്റുകളൊക്കെ ഉള്ള വീട് കാണിച്ചു തന്നു സൗദത്ത. മക്കളെ, അതൊക്കെ ആരാന്റെ വീടായിരിക്കും, ഞമ്മക്ക് അള്ളാഹു നൽകിയ വീടുതാ ഇവിടെ ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഉപ്പയുടെ വീട് കേട്ടോ. മക്കളൊന്നും കൊണ്ടും അങ്ങോട്ടൊന്നും നോക്കണ്ട, നമുക്ക് ഉള്ളത് തന്നെ അൽഹംദുലില്ലാ എന്ന് പറയാം. എങ്കിലും നമ്മുടെ കോയമ്പത്തൂരത്തെ വീടിനേക്കാളും എത്രയോ നല്ലതല്ലേ ഇത്? അവിടെ ഒരു ഒറ്റമുറി വീട്. മോളെ, അറിയുന്നതല്ലേ, ഇത് നോക്ക്, 2 റൂം അകത്തുണ്ട്, ഒരു കിച്ചൺ ഉണ്ട്, ഒരു കോലായുണ്ട്, ഒരു നടവഴിയുണ്ട്, പുറത്ത് ബാത്റൂം ഉണ്ട്. അതെ, നല്ല സൗകര്യമുള്ള കുഞ്ഞു വീടാണല്ലോ ഇത്. മാഷാ അല്ലാ. ആ മക്കൾക്കും എന്തെന്നില്ലാത്ത സന്തോഷം ഞങ്ങളുടെ ഉപ്പയുടെ വീട്ടിൽ അവർ താമസിക്കാൻ വന്നു എന്നറിഞ്ഞതിൽ. എന്നാൽ ഈ സമയം സാധനങ്ങളുമായി സൗദയുടെ പിതാവ് എത്തി. സൗദയോട് ഉപ്പ പറഞ്ഞു, മോളെ, ഇൻഷാ അല്ലാ നാളെ നമുക്ക് ഒന്ന് അന്വേഷണത്തിന് വേണ്ടി പോകാം കേട്ടോ. ഇൻഷാ അല്ലാ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ, എൻ്റെ കുട്ടി വിഷമിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉപ്പ ഉണ്ടാക്കിത്തരും. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ കൂടെ കഴിയുമ്പോൾ തന്നെ സൗദക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കാരണം ഉപ്പയുടെ ഓരോ വാക്കുകളും എൻ്റെ മനസ്സിന് ഊർജം തരുന്നവയായിരുന്നു.
എന്നാൽ ഈ സമയം അതാ നമ്മുടെ പുത്തൻ തറവാട് വീട്ടിൽ ഐഷുമ്മ അതിനെക്കുറിച്ച് പറയായിരുന്നു. മോനെ, നോമ്പ് തുറയും കാര്യങ്ങളും അതൊക്കെ നല്ല മട്ടത്തിന് അൽഹംദുലില്ലാ റാഹത്തോടു കൂടി കഴിഞ്ഞ്, പിന്നെ ബദരീങ്ങളെ നേർച്ചക്കുള്ള ആ ഒരു കടവും അതും തീർന്ന്. ഇനി മോൻ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമുള്ളത് നമ്മുടെ കുട്ടിൻ്റെ പേരിൽ ഒരു അക്കൈക്കത്ത് അറുക്കുക എന്നുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ അതും കൂടി അങ്ങോട്ട് കഴിക്കണം. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ ഇൻഷാ അല്ലാഹ് തീർച്ചയായും റമളാനിന് മുമ്പ് വേണോ അതോ അത് കഴിഞ്ഞിട്ടോ? മോനെ, കൊടുക്കാനുള്ളത് ശരിക്കും 7-നാണ് അക്കൈക്കത്ത് അറക്കേണ്ടത്. അതും അല്ലെങ്കിൽ 14-ന് ചിലവില് 21-ന് അല്ലെങ്കിൽ 28-ന് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിപ്പോ നമ്മളെ കുട്ടിക്കിപ്പോ അതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് ആക്കാനല്ല നല്ലത്, റമളാനിലെല്ലാം ആകുമ്പോഴേ ഏറ്റവും നല്ലത്. അങ്ങനെ അതാ നമ്മുടെ സൗദിയുടെ കുഞ്ഞിന് വേണ്ടിയുള്ള അക്കീഖത്ത് അറുക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. എന്തൊക്കെ തന്നെയാലും കുട്ടിക്ക് ഉമ്മയും ഉപ്പയും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും കുട്ടിൻ്റെ പേരിൽ അറുത്തു കഴിഞ്ഞാൽ അത് കുട്ടിക്കുള്ള ഒരു മുതൽക്കൂട്ടായി മാറും. എന്നാൽ ഐഷുമ്മ പെട്ടെന്ന് ആലോചിച്ചത്, റബ്ബേ, ഉപ്പ അങ്ങകലെ, ഉമ്മയാണെങ്കിൽ അതെ കുഞ്ഞിനെ കുറിച്ച് ഒരു ചിന്തയും കാര്യങ്ങളും ഇല്ലാതെ അങ്ങനെ റഹ്മാൻ റഹീമുമായ രാജ സയ്യിദായ തമ്പുരാനെ, അള്ളാഹുവേ, ആ കുട്ടിയുടെ ഉമ്മാക്ക് നീ നല്ല മനസ്സ് കൊടുക്ക് റഹ്മാനെ, നമ്മുടെ കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള മനസ്സ് കൊടുക്ക്. കാരണം എന്തൊക്കെ തന്നെ ശരിയാണ്, നുസി നോക്കാനിട്ട് ഒന്നല്ല, അവൾ നോക്കും. അതിനിടയ്ക്ക് അവൾക്ക് ക്ലാസ്സിന് പോകണം, അതൊക്കെ ശരി തന്നെയാണ്. നോക്കായിട്ടോ പാല് കൊടുക്കാട്ടോ അല്ല, എന്നാലും ഉണ്ടാവല്ലോ ഈ കുഞ്ഞിനെ പ്രസവിച്ച ആ ഒരു ഉമ്മ, ആ ഒരു ഉമ്മക്ക് എത്രമാത്രം വിഷമമുണ്ടാവും. റബ്ബേ, അത് എങ്ങനെയെങ്കിലാണെങ്കിലും ഈ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ ഉമ്മയെ നീ ഒരുമിപ്പിക്കല്ല. എപ്പോഴും നമ്മുടെ ഐഷുമ്മ അതായിരുന്നു ദുആ ചെയ്തിരുന്നത്. അന്ന് രാത്രി അതാ അവരാ കൊച്ചുകുടിലിൽ രാത്രി അന്തി ഉറങ്ങുന്നു. അത്താഴത്തിനുള്ള ഫുഡെല്ലാം ഉമ്മ ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ. സത്യം പറഞ്ഞാൽ സൗദക്ക് ആ വീട്ടിൽ അന്തി ഉറങ്ങിയപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും. അതെ, ചെറുപ്പകാലത്ത് ഉപ്പയുടെ കൂടെ കഴിഞ്ഞിരുന്ന വീടായിരുന്നത്. പിന്നെ എല്ലാവരും വലിയ വീട്ടിലായില്ലേ, ഞാൻ പുറത്താവുകയും ചെയ്തു. സാരില്ല റബ്ബേ, എനിക്ക് സമാധാനമുള്ള ജീവിതം കുറച്ചെങ്കിലും കിട്ടി. എനിക്കൊരിക്കൽ പോലും ആ വീട്ടിലേക്ക് ഇനി ഞാൻ പോകില്ല, എനിക്കതിന് കഴിയില്ല. കാരണം അത്രക്കും ദയനീയമായ രംഗങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബേ, ഹസീനയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ഇനി അവരെങ്ങാനും ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് ഇറക്കി വിടോ എന്നുള്ള പേടിയുണ്ട്. കാരണം ഉപ്പ, അതെ ഉപ്പയുടെ കൂടെ അഫ്സ ഉമ്മ, മക്കള്, അതൊരാൾക്കും സഹിക്കാൻ പറ്റാത്തതായിരിക്കും. കാരണം എനിക്ക് ഉമ്മയെ തന്നെ പേടിയാണ്. ഉമ്മ തന്നെ വന്നാൽ ചീത്ത പറഞ്ഞ് ഇറക്കി വിടുമോ എന്നുള്ള പേടിയുണ്ട്. പാവാണ് ഹഫ്സ ഉമ്മ. അതെ, അവരെന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചതാണ്. എൻ്റെ ഉപ്പയെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നോക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞ സൗദക്ക് ചെറിയൊരു ഭയവും തോന്നി. റബ്ബേ, ഇനി എന്താവോ നേരം വെളുത്തു കഴിഞ്ഞാൽ അതെ മക്കളുടെ ശബ്ദവും ഒച്ചപ്പാടായി കേട്ടിട്ട് ആ വലിയ വീട്ടിൽ നിന്ന് അവർ പുറത്തിറങ്ങി വരുമോ എന്തോ അറിയില്ല. അള്ളാഹു ആലം, എന്തായാലും വേണ്ടില്ല, ഉപ്പയുടെ പേരിലുള്ള വീടാണല്ലോ, അതുകൊണ്ട് സമാധാനം. കാരണം ഇറക്കി വിടില്ല എന്നറിയാം. പക്ഷെ എങ്കിലും അസൂയ കൊണ്ടും ദേഷ്യം കൊണ്ടും അവരൊന്നിനും മടിക്കാത്തവരായി തീരുകയും ചെയ്യും. സൗദ ഓരോന്ന് ആലോചിച്ചു. എന്നാൽ അവളുടെ മനസ്സിൽ ഒരിക്കൽ പോലും അവളുടെ പ്രസവിച്ച ഉമ്മയുടെ അരികിലേക്ക് പോകണം എന്ന് അല്ലായിരുന്നു. അത് ഉപ്പയെയും കൂട്ടി പുത്തൻവീട് തറവാട്ടിലേക്ക് ഒന്ന് പോകണം എന്നത് അവൾക്ക് അത്യധികം ആഗ്രഹമുണ്ട്. കാരണം അത് ആ ഉമ്മയോടൊന്ന് മാപ്പ് പറയണം. അതിനുവേണ്ടി മാത്രം, അല്ലാതെ വേറൊന്നും ആഗ്രഹിച്ചിട്ടല്ല. ഉമ്മയോട് മാപ്പ് പറയണം, അന്ന് ചെയ്തു കൂട്ടിയതിന് മാപ്പ് അപേക്ഷിക്കണം, എല്ലാം തുറന്നു പറയണം ഉമ്മയോട്. ഉമ്മ, കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യവും എല്ലാം. ഒരു പക്ഷേ ഐഷുമ്മയുടെ വാക്ക് എനിക്ക് അല്പം സമാധാനം തന്നിരിക്കും. അവൾ ഓരോന്ന് ആലോചിച്ച് കിടന്നു. എന്നാൽ ആ പിതാവ് അന്നത്തെ ദിവസം മോളോട് വീണ്ടും പറഞ്ഞു, മോളെ സൗദ, മോള് സമാധാനപ്പെട്ടോ, ഉപ്പ എന്തായാലും മോളുടെ കാര്യം അന്വേഷിച്ച് റെഡിയാക്കും. ഒന്നും ഉപ്പാൻ്റെ കുട്ടി ആലോചിച്ചിരിക്കണ്ട, ഉപ്പാൻ്റെ കുട്ടി സമാധാനത്തോടു കൂടി പോയി കിടന്നുറങ്ങ്. എന്നാൽ തൻ്റെ പൊന്നനിയത്തിമാരുടെ കൂടെ അവളന്ന് സുഖമായി ഉറങ്ങി. അന്ന് പുലർച്ചെ 3 മണിയപ്പോഴേക്കും പതിവ് പോലെ അതാ ഹഫ്സ ഉമ്മ എഴുന്നേറ്റിരിക്കുന്നു. അവർ ഉളൂഹ് ചെയ്ത് തഹജ്ജുദ് നമസ്കരിക്കുന്നു. ആ ഒരു ഖുർആൻ പാരായണം
കേൾക്കുന്ന ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് അതാ അവളും എഴുന്നേൽക്കുന്നു. കൂടെ മക്കളും പതിവ് പോലെ അവർ ആ കൊച്ചു വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ അത്താഴം കഴിക്കുന്നു. അത്താഴം കഴിച്ച് ആ കുഞ്ഞുമക്കളും പതിവ് പോലെ തന്നെ ഖുർആൻ പാരായണം തുടങ്ങി. അവിടെ പൊടി പിടിച്ചു കിടക്കുന്ന ചില മുസ്ഹഫുകൾ അത് തലേ ദിവസം തന്നെ ഹഫ്സ നല്ല രീതിയിൽ തോർത്ത് വൃത്തിയാക്കി വെച്ചിരുന്നു. അതെ, സൗദയെല്ലാം മദ്രസയിൽ പോകുന്ന സമയത്തുണ്ടായിരുന്ന മുസ്ഹഫ് അതിൻ്റെ പല പേജുകളും ഇളകി തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഹഫ്സ ഒരുമിച്ച് കൂട്ടിവെച്ച് അതിലാണ് ഓതുന്നത്. എന്നാൽ ആ കൊച്ചു വീടും അന്ന് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന ഇടമായി മാറുകയാണ്. തൻ്റെ പൊന്നുമക്കൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആ പിതാവ് സന്തോഷത്തോടെ നോക്കിയിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് പോവുകയാണ്. എന്നാൽ സുബഹിന് പള്ളിയിൽ കണ്ട അബൂബക്കറിനെ എല്ലാവരും ചോദിച്ചു, അല്ല അബൂബക്കർ, എവിടെയായിരുന്നു? നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. അതെ, ഞാൻ പുറത്തായിരുന്നു, ഇന്നലെ രാത്രിയാണ് വന്നത്. ഓ, ഇനിയും പോകുന്നുണ്ടോ? എന്താ അവിടെ നല്ല ജോലി അതുകൊണ്ടല്ലേ നിനക്ക്? ആ, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകും. അങ്ങനെ ജീവിതം പോകുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ട ആളുകളെല്ലാം സലാം പറഞ്ഞു അദ്ദേഹത്തോട് സംസാരിച്ചു. അല്ല, ഇപ്പൊ ഈ അവിടെ തന്നെ അങ്ങോട്ട് കൂടില്ലേ? ആ അതെ, അവിടെ ജോലിയും കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ അവിടെ ഒത്ത് അങ്ങനെ ആയപ്പോൾ അവിടെ തന്നെ അങ്ങോട്ട് കൂടി. അല്ലെങ്കിൽ അവിടെ തന്നെ നല്ലത്. എൻ്റെ ആ ഭാര്യ ഉണ്ടല്ലോ, ഓ ഓള് ഭയങ്കര സാധനാണ്. ഒരാവശ്യത്തിന് അവരുടെ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലുകയാണെങ്കിൽ ചെരുപ്പ് പുറത്ത് ഉരുടണം, ഗേറ്റിൻ്റെ പുറത്ത്. ഇൻ്റർലോക്ക് ചെയ്ത ആ ഒരു വീടിൻ്റെ മുറ്റത്ത് ചളിയാവും എന്ന് കരുതിയിട്ട്. അതൊക്കെ എത്ര ദിവസം ഉണ്ടെന്നാവോ. പുറത്ത് ആളുകൾ വരികയാണെങ്കിൽ പുറത്ത് ചെരുപ്പിട്ട്, ഗേറ്റിൻ്റെ അപ്പുറത്ത് ചെരുപ്പ് അഴിച്ചിട്ടിട്ട് മാത്രമേ മുറ്റത്തേക്ക് ചവിട്ടാൻ പറ്റുകയുള്ളൂ. അങ്ങനെയൊക്കെ ഒരു നിയമവും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. എന്നാൽ തൻ്റെ ആ ഭാര്യയെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഒരു തരം ഭയമാണ് അവരുടെ കൂടെ ജീവിക്കുമ്പോൾ. എന്നാൽ അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. ആദ്യ ഭാര്യ, അതെ, അവൾ ചില്ലറക്കാരിയല്ല, ഒരുപാട് എന്നെ ഉപദ്രവിച്ചതാണ്. എന്നാൽ തൻ്റെ പൊന്നു മക്കളെ, ചെറിയ മക്കളെ കാണുവാൻ അത് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ സൗദിയുടെ ഉപ്പ പള്ളിയിൽ നിന്നിറങ്ങി. ആ പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ പഴയകാല ഓർമ്മകൾ മനസ്സിലേക്ക് ഉദിച്ചു വന്നു. അതെ, ഒരു കാലത്ത് നല്ല ജീവിതമായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവളുടെ സ്വഭാവം ആകെ മാറിപ്പോയി. അദ്ദേഹം അതിനെക്കുറിച്ചെല്ലാം വിചാരിച്ചു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ സൗദിയുടെ പിതാവ് വീട്ടിലേക്ക് എത്തുകയാണ്. മക്കൾ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ. ആ ചെറിയ വീട്ടിൽ അത് സംസാരവും വെളിച്ചവും എല്ലാം കേട്ടുകൊണ്ട് സൗദിയുടെ ഉമ്മയും അനിയത്തിയും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? അവർ അഥവാ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരോട് എന്ത് പറയും? അതെ, ശരിക്കും ഹഫ്സയെയും മക്കളെയും കാണുമ്പോൾ സൗദിയുടെ ഉമ്മാക്ക് കലി കയറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് അല്പം കഥ ലേറ്റായിട്ടുണ്ട്. അതായത് ഒരു യാത്രയിലായിരുന്നു. യാത്ര കഴിഞ്ഞിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് വരികയായിരുന്നു. ഇന്ന് മൂത്താപ്പയുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോറി പറയാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാനുള്ള സമയം വെച്ച് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹഫ്സയെയും മക്കളെയും ഒക്കെ കാണുമ്പോൾ എന്തായിരിക്കും സൗദയുടെ ഉമ്മയുടെ പ്രതികരണം? അവർ ചീത്ത പറയുമോ? അല്ലെങ്കിൽ സത്താറിനെ കൊണ്ട് എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.